കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു കൊലപാതകമെന്ന സംശയം കുടുംബം ശക്തമായി ഉയർത്തുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണം അടക്കം വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിർത്തുന്ന ഘട്ടത്തിൽ അതിലെ പ്രതി എന്ന് സംശയിക്കുന്ന PP ദിവ്യയും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പ്രമുഖ CPM നേതാക്കളും P ജയരാജൻ അടക്കം നിരവധി CPM നേതാക്കളും ചേർന്നുകൊണ്ട് ഒരു കൊലക്കേസിലെ കുറ്റവാളിയുടെ വീട് പാലുകാച്ച് നടത്തിക്കൊടുക്കുന്നു. ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കുന്നു. എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ? കഴിഞ്ഞ ദിവസമായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി 6 വർഷത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞ കൊടി സുനിക്ക് ജയിൽ കാലയളവിൽ നല്ല നടപ്പിനുള്ള അവാർഡ് അടക്കം കിട്ടിയ സുനിക്ക് പരോള് നൽകിയ ഒരു നീക്കം നടന്നിട്ടുണ്ടായിരുന്നത്. 30 ദിവസത്തെ പരോളാണ് നൽകിയത്. അതിന് പിന്നാലെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ വളരെ ശക്തമായി തന്നെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുമ്പോഴാണ് വധക്കേസ് കുറ്റവാളിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ തന്നെ പ്രമുഖ കണ്ണൂർ CPM നേതാക്കൾ പങ്കെടുക്കുന്നതായി കേൾക്കുന്നത്. വടക്കുംപാട് നിഖിൽ വധക്കേസ് പ്രതിയായിട്ടുള്ള ശ്രീജിത്തിൻ്റെ ഗൃഹപ്രവേശത്തിനാണ് പ്രമുഖ നേതാക്കളൊക്കെ പങ്കെടുത്തത്. CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള P ജയരാജൻ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കാരായി രാജൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ഉൾപ്പെടെയുള്ള വലിയൊരു നിര തന്നെയാണ് എത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഷാഫി, മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി, ഇങ്ങനെയുള്ള നിരവധി ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2008 BJP പ്രവർത്തകനായ നിഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിലെ 1ാം പ്രതി കൂടിയാണ് ശ്രീജിത്ത്. ഈ ശ്രീജിത്തിൻ്റെ വീട് പാലുകാച്ച് ചടങ്ങാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചതും അതിലാണ് പ്രമുഖ നേതാക്കൾ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ പങ്കെടുത്തത്. 2008 നിഖിലിനെ ലോറിയിൽ നിന്നും പിടിച്ചിറക്കി വെട്ടിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇവരൊക്കെ തന്നെ ചെയ്തത്. ഈ കേസിൽ 5ഓളം CPM പ്രവർത്തകരെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. അതിൽ ജയിലിൽ കഴിയുകയായിരുന്ന ശ്രീജിത്ത് ഇപ്പോൾ പരോളിലിറങ്ങിയ സമയത്ത് തന്നെയാണ് ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയത്. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കൊടി സുനിയും പരോളിലിറങ്ങിയ വിഷയം. നേരത്തെ തന്നെ പലരും പല മാധ്യമങ്ങളിലൂടെയും പരാമർശിച്ച ഒരു വിഷയമുണ്ടായിരുന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ ജനുവരി മാസത്തിൽ ഇനിയും അനിഷ്ട സംഭവങ്ങൾ പലതും ഒരുപക്ഷെ നടന്നേക്കും. അതിനുള്ള ഒരു ആസൂത്രണം തന്നെയാണ് CPMന്റെ നേതൃത്വത്തിൽ ഈ പ്രധാന ക്രിമിനലുകളെ ഒക്കെ തന്നെ പുറത്തിറക്കുന്നതിന് പിന്നിലെ അജണ്ടയെന്നും ഏവരും കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിന് ഉദാഹരണമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന 1-2 സംഭവങ്ങളായി തന്നെ ഇതിനെ നോക്കിക്കാണണം. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ അവർ പങ്കെടുത്തതായി വെളിവാകുന്നുണ്ട്. കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച ശ്രീജിത്ത് പരോളിലിറങ്ങി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് അജണ്ടയുണ്ടോ എന്നുള്ള സംശയവും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അക്രമ രാഷ്ട്രീയത്തെ പാർട്ടിയോ നേതാക്കളോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് ഉറക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM തന്നെയാണ് കുടപിടിക്കുന്ന ഒരു സാഹചര്യം കൂടി നടത്തുന്നത്. ഒരു കൊലക്കേസ് പ്രതിയുടെ വീട്ടിലേക്ക് തന്നെയാണ് വലിയ ആഹ്ലാദത്തോടു കൂടി നാടമുറിച്ചൊക്കെ തന്നെ നേതാക്കൾ കടന്നെത്തിയത്.